ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുമിനസ് പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. നമ്മൾ ഇന്ന് ഫിസിക്സിൻ്റെ ടോപ്പിക്സ് ആയ ചലനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് എന്താണ് ചലനം? ചലനം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. ചലനം എന്ന് പറയുന്ന ആപേക്ഷികമാണ്. ആപേക്ഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുപാട്, അതായത് മറ്റുള്ള വസ്തുക്കളെല്ലാം നിശ്ചലാവസ്ഥ അഥവാ ജഡത്വത്തിലിരിക്കുമ്പോൾ ഒരു വസ്തു മാത്രം ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ചലനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചലനം ആപേക്ഷികമാണ് എന്ന് നമ്മൾ പറയുന്നത്. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ചലനത്തെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയാൻ ശ്രമിച്ചത് ആരായിരുന്നു? ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനായിരുന്നു. അതിനുശേഷം ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച വ്യക്തിയാണ് സർ ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. എത്ര ചലന നിയമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്? 3 ചലന നിയമങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ഒന്നാം ചലന നിയമം എന്താണ്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ജഡത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഏതൊരു വസ്തുവും അതിൻ്റെ ഒരു ബാഹ്യമായ ഒരു ബലം പ്രയോഗിക്കുന്നിടത്തോളം കാലം ആ വസ്തു നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ എന്താണ് ഒരു അതിൻ്റെ ചലനത്തിലോ തുടരുന്നതായിരിക്കും. നമ്മളൊരു ഫോഴ്സ്, ഒരു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് ഒരു ഫോഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ അത് മൂവ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മൾക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അവിടെ ഒരു ഫോഴ്സ്, ബലം കൊടുക്കണം. അതാണ് അദ്ദേഹം ഒന്നാം ചലന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് എക്സാമ്പിൾസ് നമുക്ക് PSCയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ആളുകൾ മുന്നോട്ട് ആയുന്നു അല്ലേ? സഡൻ ബ്രേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് നമ്മൾ മുന്നോട്ടായുന്നു. എന്തുകൊണ്ടാണ്? അത് ഏത് ചലന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം ചലന നിയമം അഥവാ ജഡത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ബസ് പെട്ടെന്ന് എടുക്കുമ്പോൾ അല്ലേ, എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിലേക്കാണ് പോകുന്നത്. ബസ് എന്നാൽ എങ്ങോട്ടാണ് പോകുന്നത്? മുന്നോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അത് ഏത് നിയമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഒന്നാം ചലന നിയമം ആണ് അത് പറയും. ജഡത്വത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കാല് നമ്മൾ നിശ്ചലാവസ്ഥയാണ്, പക്ഷെ ബസ് എന്താണ്? ചലനാവസ്ഥയിലുമാണ് തുടരുന്നത്. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? നമ്മൾ പുറകോട്ടേക്ക് പോകുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു പേപ്പറിൽ കുറേ നാണയങ്ങൾ വെച്ചിരിക്കുന്നു. അത് നമ്മളൊരു ഫോഴ്സ്, പേപ്പർ വലിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ നാണയങ്ങളെല്ലാം പേപ്പറിൽ തന്നെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒന്നാം ചലന നിയമത്തിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ രണ്ടാം ചലന നിയമം എന്താണ് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ ആക്കത്തിലുണ്ടാകുന്ന മാറ്റം അതിൽ പ്രയോഗിക്കുന്ന ബലത്തിന് നേർ അനുപാതത്തിലും ബലത്തിൻ്റെ ദിശയിലുമായിരിക്കും. അതായത് ഒരു വസ്തുവിൻ്റെ ആക്കത്തിലുണ്ടാകുന്ന മാറ്റം, അതായത് അതിൻ്റെ മാറ്റം, അതായത് സ്പീഡിലുണ്ടാകുന്ന വേരിയേഷനാണ് ആക്കം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന് നമ്മളൊരു പാറയെ നമുക്ക് ഫോഴ്സ് കൊടുക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? മുന്നോട്ട് അതിനെ നമ്മൾ ഫോഴ്സ് ചെയ്യുമ്പോൾ അതെന്താകും? അത് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏത് ദിശയിലാണോ? ഒരു ഡെസ്ക് നമുക്ക് മുന്നോട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് ഫോഴ്സ് പ്രയോഗിക്കേണ്ടത്? മുന്നിലേക്ക് തന്നെയാണ് ഫോഴ്സ് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ അത് മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണോ ബലം പ്രയോഗിക്കുന്നത് ആ ദിശയിലേക്കായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ആ വസ്തുവിൻ്റെ ആക്കം സംഭവിക്കുന്നതെന്നാണ് രണ്ടാം ചലന നിയമം പറയുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അത് F=ma എന്ന് പറയുന്ന ഇക്വേഷൻ. F എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. M എന്ന് പറയുന്നത് മാസ് ആണ്. അതുപോലെ A എന്താണ്? ആക്സിലറേഷൻ അഥവാ ത്വരണമാണ് A എന്ന് പറയുന്നത്. എത്ര ബലം കൊടുക്കുന്നു അത്രയും ത്വരണമാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പാറയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നമ്മൾ എന്തോരം ഫോഴ്സ് ചെയ്യണം? അത്രയും ഫോഴ്സ് കൊടുക്കണം അല്ലേ? അപ്പം എന്നാൽ മാത്രമേ അത് മുന്നോട്ട് ആയത്തുള്ളൂ. അത്രയും. പക്ഷേ നമുക്കൊരു ചെറിയൊരു കല്ലിന് മുന്നോട്ടാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ എത്രത്തോളം ഫോഴ്സ് കൊടുക്കുന്നു അത്രത്തോളം ത്വരണവും നമുക്ക് ലഭിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്, രണ്ടാം ചലന നിയമത്തിൽ പറയുന്നത്. അതായത് ഈ ക്രിക്കറ്റ് ബോൾ നമ്മൾ അടിക്കുമ്പോൾ 6 പോകും ചിലപ്പോൾ അല്ലേ, ചിലപ്പോൾ അത് 4 ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ അടിക്കുന്ന ഫോഴ്സിനെ ആശ്രയിച്ചാണ് അത് ഇരിക്കുന്നത്. അതൊക്കെ എന്തായാലും വരുന്നതാണ്? രണ്ടാം ചലന നിയമത്തിൽ വരുന്നതാണ്. ഇനി നമ്മൾ മൂന്നാം ചലന നിയമമാണ് പറയുന്നത്. മൂന്നാം ചലന നിയമം എന്താണ് പറയുന്നത്? അതായത് ആക്ഷൻ റിയാക്ഷൻ ലോ എന്നാണ് പറയുന്നത്. പ്രതിപ്രവർത്തന നിയമം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഏതൊരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോഴും തുല്യവും വിപരീതമായൊരു പ്രതിപ്രവർത്തനം നമ്മൾക്ക് അനുഭവപ്പെടും. അതിന് ഉദാഹരണമാണ് എന്ത്? നമ്മളിപ്പോൾ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പുറകോട്ടൊരു ബലം ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വള്ളത്തിൽ നിന്ന് കരയിലേക്ക് ചാടുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പുറകിലേക്ക് നമ്മൾ കൊടുത്ത ബലം എങ്ങോട്ട് പോകും? വള്ളത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ വള്ളം ബാക്കിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ മുന്നോട്ടും ചാടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ
ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റ് എങ്ങനെയാണ് പോകുന്നത്? ബുള്ളറ്റ് പോകുമ്പോഴത്തേക്ക് ഗണ്ണ് പിന്നിലേക്ക് പോകും. അപ്പം നമ്മളവിടെ ഫോഴ്സ് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? പിന്നിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ മാത്രമാണ് ബുള്ളറ്റ് മുന്നിലേക്ക് പോയത്. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മൂന്നാം ചല നിയമത്തിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ നീന്തുമ്പോൾ വെള്ളം നമ്മൾ എങ്ങോട്ടാണ്? പിന്നിലേക്ക് നമ്മൾ മാറ്റി ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. ഇതൊക്കെ മൂന്നാം ചല നിയമത്തിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമുക്കിനി ഒരു മാത്സിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. നമുക്ക് രണ്ടാം ചല നിയമവുമായി ബന്ധപ്പെട്ട മാത്സിൻ്റെ ഒരു പ്രോബ്ലം എഴുതിയെടുക്കുക. 5 കിലോഗ്രാം ഉള്ള ഒരു പെട്ടിയിൽ 20 ന്യൂട്ടൺ ബലം കൊടുത്താൽ ത്വരണം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ പഠിച്ച ഇക്വേഷൻ, രണ്ടാം ചല നിയമത്തിൽ ഇക്വേഷൻ F = ma എന്നുള്ളതാണ്. F എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഫോഴ്സ് അല്ലേ? F ഫോഴ്സ്, മാസ് മാസ് എത്രയാണ്? മാസ് 20 ന്യൂട്ടനാണ്. A തന്നിട്ടില്ല. ആക്സിലറേഷനാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്ലൈ ചെയ്യുക. F = ma എന്ന് കൊടുക്കുക. എഫിൻ്റെ അവിടെ ഫോഴ്സ് തന്നിരിക്കുന്ന 20 ന്യൂട്ടൺ. ആ 20 ഇടുക. = അതുപോലെ തന്നെ ഇടുക. എത്ര കിലോഗ്രാം ആണോ അതിൻ്റെ മാസ്, M എന്ന് പറയുന്ന 5 ആണ്. ഈ 5 അതുപോലെ ഇടുക. മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് A തന്നിട്ടില്ല, A അതുപോലെ തന്നെ ഇടുക. ഇനി നമുക്ക് ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് A = 20. 20നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പം ഗുണിക്കേണ്ട സംഖ്യ ഏതായിട്ട് മാറും? സമചിഹ്നത്തിന് ഇപ്പറേ വരുമ്പോൾ ഹരണമായിട്ട് മാറും. അപ്പോൾ 20/5 എത്ര കിട്ടും? 4 m/s² എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ രണ്ടാം ചല നിയമവുമായി ബന്ധപ്പെട്ട മാത്സിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും മോഷനുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.